ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു മട്ടൻ ചുക്കയുടെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എൻ്റെ വീട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. മട്ടൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മട്ടൻ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയ 700 ഗ്രാം മട്ടനാണ് ഞാനിവിടെ എടുത്തേക്കണത്. ആ മട്ടനോടൊപ്പം ഞാൻ ചേർക്കണത് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, അതോടൊപ്പം കുറച്ച് ഉപ്പും ചേർക്കണം. ഞാനിതിവിടെ കാണിക്കാൻ മറന്നുപോയി. കുറച്ച് കരിവേപ്പിലയും കീറിയിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 5 to 6 വിസിൽ വരയ്ക്കും നമുക്ക് മട്ടൻ വേവിക്കാൻ വെക്കാം. മട്ടൺ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാലപ്പൊടി തയ്യാറാക്കാം. ഒരു പാൻ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം. അടുത്തത് ഞാൻ ചേർക്കാൻ പോണത് ഒരു 1/2 ടീസ്പൂൺ കസകസ, അതായത് പോപ്പി സീഡ്സ് ആണ്. അത് ഓപ്ഷണൽ ആണ്. അത് മട്ടൺ നല്ലൊരു കുറുകാനായിട്ടാണ് അത് ചേർക്കണത്. വേണ്ടെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ഇഞ്ച് കഷ്ണം പട്ടയും പിന്നെ ഒരു 3 ക്ലോവ്സുമാണ്. ഇതെല്ലാം ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3 ചുമന്നമുളക് ചേർക്കാം. ചുമന്നമുളക് ആദ്യമേ ചേർത്താൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ടുവേർഡ്സ് ദി എൻഡ് ചേർക്കുന്നത്. എല്ലാ സ്പൈസും ഒരു മീഡിയം ഫ്ലെയിമിൽ 5 to 6 മിനിറ്റ്സ് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. സ്പൈസസ് എല്ലാം നല്ലോണം ചൂടായി അതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്കിതൊരു മിക്സിയിലിട്ടൊരു ഫൈൻ പൗഡർ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക്. ഇനി ഞാൻ ചേർക്കാൻ പോണത് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളിയും ഒരു 1/2 കപ്പ് സവാളയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ 1 കപ്പ് സവാള ചേർത്താലും മതി. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഉള്ളി നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ സവാള നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർക്കണത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പൊ ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെക്കാം. ഇപ്പൊ തക്കാളി നല്ലോണം കുക്കായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം. ഞാൻ ആദ്യം ഇപ്പൊ പീസസ് മാത്രമേ ചേർക്കണുള്ളൂ. സ്റ്റോക്ക് മാറ്റി വെക്കാം, കളയരുത്. അത് നമുക്ക് അവസാനം ചേർക്കണം. മട്ടൺ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. മട്ടനും മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയി. നമുക്കിനി അടുത്തത് ഇതിലേക്ക് പൗഡർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഞാനിപ്പോ ഇവിടെ 3 ടേബിൾ സ്പൂൺ മസാലയാണ് ചേർക്കണത്. ഞാൻ കാണിച്ച മെഷർമെന്റ് ടോട്ടലി 6 ടേബിൾ സ്പൂൺ മസാലപ്പൊടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇപ്പൊ ഇവിടെ ചേർക്കണുള്ളൂ. മസാല ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ചേർക്കാം. ഈ സ്റ്റോക്കിൽ ഈ മീറ്റും മസാലയൊക്കെ നല്ല കുക്കാവുമ്പോൾ നല്ലൊരു സ്വാദ് വരും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഞാൻ കുറച്ച് കറി ലീവ്സും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ടേസ്റ്റി മട്ടൻ ചുക്ക റെഡിയായി. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു പ്രാവശ്യം ഈ ഡിഷ് ഉണ്ടാക്കി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്